പുതിയ വണ്ടി വാങ്ങൽ ചിലർക്കൊരു മേനിയാണ്. പുതിയ വണ്ടി വാങ്ങി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു മോഡൽ മാറിക്കഴിഞ്ഞാൽ അടുത്ത വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വാങ്ങും. ഇത് കൊടുക്കുമ്പോൾ പകുതി വിലയേ കിട്ടുള്ളൂ, അത് വേറെ കേസ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞ് വാങ്ങിക്കൂട്ടി എന്തു പറ്റും? അവസാനം കടക്കെണിയിലാവും. മിക്കവാറും ലോണായിട്ടായിരിക്കും വണ്ടി വാങ്ങണത്. അത് സ്വന്തം കാശ് കൊണ്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ടാക്സ് പിന്നെ ഇൻകം ടാക്സുകാർ പിടിക്കുമെന്നാണ് പറയണേ. ചുമ്മാ പറയണതാ. ഒരു സാധാരണ അവൻ വേലയെടുത്ത് ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള തലവല്ലാതെ ഒരു ഇൻകം ടാക്സുകാരും പിടിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള മനുഷ്യരുണ്ട്. എന്നിട്ട് കടവും കടത്തിൻ്റെ കൂടുമാവുകയും ചെയ്യും. കാശുള്ളവനാണ് ഈ പുതിയ മോഡലും വണ്ടിയൊക്കെ മേടിച്ചോട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പുതിയ വണ്ടി വാങ്ങിക്കൂട്ടുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ അങ്ങയുടെ മാറ്റി തരണമേ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാൻ, ഉള്ളതുകൊണ്ട് ചെലവഴിക്കുവാൻ, വലിയ മോഡലിന് വേണ്ടിയിട്ട് പോകാതിരിക്കാൻ, പരക്കം പായാതിരിക്കാൻ, കുടുംബത്തിനും മറ്റുള്ളവർക്കും സമാധാനവും ശാന്തിയും നൽകുവാനൊക്കെ ഭാവന നൽകണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.